ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നല്ലൊരു ബ്രാൻഡാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള അത്തിക്കുന്ന എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. 160, 170 രൂപയിൽ അത്തിക്കുന്നയുടെ ഈ ഒരു ബ്രാൻഡിന് വില വന്ന് നിന്നു എന്നുള്ളതാണ്. അതായത് 200-ന് മുകളിൽ വരെ വില വന്നിരുന്ന അത്തിക്കുന്നയുടെ ഈ ഒരു ബ്രാൻഡിന് ശരാശരി ഇപ്പൊ നോക്കുവാണെങ്കിൽ 170 രൂപ മാക്സിമം പോയി കഴിഞ്ഞാൽ വില വരുന്നുള്ളൂ എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേയില വില മൊത്തത്തിൽ കുറഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു ബ്രാൻഡുകൾക്കൊക്കെ നന്നായിട്ട് വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അതായത് 30 രൂപയോളമാണ് ഒരു കിലോയിൽ ശരാശരി വില കുറഞ്ഞു നിൽക്കുന്നത്. അത്തിക്കുന്ന പോലെയുള്ള ഒരു ബ്രാൻഡൊക്കെ എടുത്ത് നിങ്ങൾ വിൽപ്പന നടത്തിയിട്ട് അതിൽ നിന്ന് ലാഭം നേടാനായിട്ട് നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ബ്രാൻഡ് എടുക്കുക എന്നുള്ളത്. കാരണം ഇത് മാത്രമല്ല, നമ്മൾ മുൻ വീഡിയോയിലൂടെ നമ്മൾ അത്തിക്കുന്നതിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ബോക്സ് കംപ്ലൈന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നിങ്ങൾക്ക് ഈ ഒരു ഫുൾ ബോക്സ് നിങ്ങൾ നോക്കിക്കോ. അത്തിക്കുന്നതിന് കമ്പനി ഒരുപാട് വ്യത്യാസം വരുത്തിയിട്ടുണ്ടെന്നുള്ളത്. വ്യത്യാസം വരുത്തിയെന്ന് പറഞ്ഞാൽ കണ്ട, ഇവിടെ ഡിസൈൻ കാര്യങ്ങളിലൊക്കെ വളരെയധികം വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അത്തിക്കുന്നയുടെ ഈ ഒരു ലെറ്ററിങ്ങിൽ തന്നെ കുറച്ചുകൂടെ കട്ടി വന്നിട്ടുണ്ട്. നേരത്തെ കുറച്ചും കൂടെ കനം കുറവായിരുന്നു അത്തിക്കുന്ന എന്നുള്ള ഈ ഒരു ഇത്. പക്ഷെ ഇപ്പൊ ഇവിടെ കണ്ട സോസർ കാര്യങ്ങൾ അതുപോലുള്ളത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസൈൻ ഇവരുടെ കാർട്ടൺ ബോക്സിൽ തന്നെ ഇവർ ഡിസൈൻ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബോക്സും നല്ല ടൈറ്റ് ആയിട്ടുള്ള ബോക്സ്, എയർ ടൈറ്റ് ആയിട്ടൊക്കെ കുറച്ചും കൂടെ എയർ ടൈറ്റ് ആയിട്ടൊക്കെ നല്ല രീതിയിലാണ് ബോക്സ് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഡിസൈൻ കാര്യങ്ങളൊന്നും മുമ്പത്തെ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മുമ്പ് ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊന്നും ഈ ഒരു ബോക്സിൽ അവർ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ പുതിയതായിട്ട് കമ്പനി ഇറക്കിയേക്കണം ഈ വില കുറയുന്നതോടൊപ്പം തന്നെ ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ കമ്പനി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നല്ല ക്വാളിറ്റി, അത്തിക്കുന്നയ്ക്ക് നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ഒറ്റയ്ക്ക് ഒരു ബ്രാൻഡായിട്ടൊക്കെ നിങ്ങൾ എടുത്ത് നിങ്ങൾക്ക് വിൽപ്പന നടത്താനായിട്ടൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കിലോയിൽ മേൽ ഒരു 60 രൂപ വരെ നിങ്ങൾക്ക് ലാഭം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് അത്തിക്കുന്ന എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഓപ്ഷൻ ഡീലറിനെ സമീപിക്കുക എന്നുള്ളത്. ഈ ഒരു ബ്രാൻഡിന്റെ ഡേറ്റ് കാര്യങ്ങൾ ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. 2 വർഷമാണ് കേട്ടോ അത്തിക്കുന്ന എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡിന് കമ്പനി കൊടുത്തിരിക്കുന്നത്. 2 വർഷത്തെ എക്സ്പയറി കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 2026, 2028 വരെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഇത് നോക്കിയെടുക്കുക. ഈ 2020 ഇപ്പൊ മാർച്ച് 2026 തൊട്ട് മാർച്ച് 2028 വരെയാണ് അല്ലെ. അപ്പൊ ഇത് നിങ്ങൾ നോക്കിയെടുക്കുക. ഏതൊരു സ്ഥലത്ത് ചെന്ന് നിങ്ങൾ ബോക്സ് എടുക്കാനായിട്ട് പോകുമ്പോഴും അവിടെ ചെന്ന് നിങ്ങൾ ഈ കാര്യം, നിങ്ങൾ ഈ അഡ്രസ്സ് കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് മാത്രമല്ല നിങ്ങൾ ഈ മാനുഫാക്ചറിങ്ങും എക്സ്പയറി കാര്യങ്ങളും നിങ്ങൾ നോക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു ഓപ്ഷൻ ഡീലറെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഫുൾ ബോക്സ് ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ ഇതുപോലുള്ള ഫുൾ ബോക്സ് ഒക്കെ എടുത്ത് നിങ്ങൾ വിൽപ്പന നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യാതെ തന്നെ വീട്ടിലിരുന്നൊക്കെ വീട്ടമ്മ ബിസിനസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒറ്റ ഇതുപോലൊരു ഫുൾ ബോക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ വീട്ടിലെടുത്ത് വെച്ച് നിങ്ങൾക്ക് പാക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലാഭം നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പൊ പ്രവാസികൾ ഒരുപാട് പേര് നമ്മളോട് കോൺടാക്ട് ചെയ്തത് ഞാൻ മയൂര മാത്രം എടുക്കുന്നത്. കാര്യം ശരിയാണ്, മയൂര പോലുള്ള ഇതിനേക്കാളും വില കൂടിയ ബ്രാൻഡാണ് മയൂര എന്നൊക്കെ പറഞ്ഞ ഒരു 185, 190 ആ ഒരു റേഞ്ച് വരും മയൂരക്ക്. എന്നാൽ അത്തിക്കുന്ന എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഈ മുരുകപ്പ ഗ്രൂപ്പുകാർ, ഈ മയൂര എന്ന് പറഞ്ഞ ഈ മുരുകപ്പ ഗ്രൂപ്പുകാരുടെ തന്നെ സെക്കൻഡ് ആയിട്ട് ഇറക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് അത്തിക്കുന്ന എന്ന് പറയുന്ന ഈ ബ്രാൻഡ്. നമ്മളോട് വർഷങ്ങളായിട്ട് എടുക്കുന്ന കടക്കാര് സ്ഥിരമായിട്ട് നമ്മളോട് ഈ ഒരു അത്തിക്കുന്നയുടെ ഈ ഒരു ബ്രാൻഡ് എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അവർക്ക് കംപ്ലൈന്റ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവര് ഇത്രയും നാളായിട്ട് ഈ ഒരു ബ്രാൻഡ് എടുക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇതിന് നല്ല ക്വാളിറ്റി ലഭിക്കുന്നത് കൊണ്ടാണ് അവര് ഇപ്പോഴും നമ്മളോട് ഈ ഒരു ബ്രാൻഡ് ചോദിച്ച് വാങ്ങിക്കുന്നത്. അതാണ് ഈ ഒരു ബ്രാൻഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത്തിക്കുന്ന പോലെയുള്ള ബ്രാൻഡുകളുടെ പ്രത്യേകത വെച്ചാൽ വർഷങ്ങളായിട്ട് ഇവരുടെ ക്വാളിറ്റി കാര്യങ്ങൾ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലുള്ള ക്വാളിറ്റി കാര്യങ്ങൾ നിലനിർത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ആ ഒരു ക്വാളിറ്റി ജനങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് ചായക്ക് നല്ല കടുപ്പം, ചായക്ക് നല്ല ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് കൊണ്ട് ഈ ഒരു ബ്രാൻഡിന് ഇതിൻ്റെതായിട്ടുള്ള ഒരു പേരും പ്രസക്തിയും പെരുമയുണ്ട്. അപ്പൊ ബ്ലെൻഡ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ആളുകൾ അത്തിക്കുന്നയൊക്കെ എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യാനായിട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. കാരണം പറയാമോ, ചായക്ക് നല്ല കടുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഈ അത്തിക്കുന്ന തേയില ചേർക്കുന്ന ഞാൻ പല ബ്ലെൻഡിങ് ചെയ്യുന്ന ആളുകളും അത്തിക്കുന്ന പോലുള്ള ബ്രാൻഡ് തേയിലകൾ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ചായക്ക് നല്ല കടുപ്പം കിട്ടും അത്തിക്കുന്ന ചേർക്കുവാണെങ്കിൽ. ഇത് മയൂര പോലുള്ള തേയിലക്ക് കടുപ്പം ഇല്ലെന്നല്ല, തേയിലക്ക് കടുപ്പമുണ്ട്, ക്വാളിറ്റി ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. ടേസ്റ്റ് കൂടുതലാണെങ്കിൽ ഇതിന് ടേസ്റ്റ് മാത്രമല്ല കടുപ്പ്, നല്ല ഡാർക്ക് കളറായിരിക്കും ഇതിന്റെ ഒരു ചായക്ക് എന്ന് പറയുന്നത്. ഇത്രയും ക്വാളിറ്റിയാണ് അത്തിക്കുന്ന ബ്രാൻഡുകൾക്കൊക്കെ ലഭിക്കുന്നത്. അപ്പൊ പുതിയതായിട്ട് ഇപ്പൊ അത്തിക്കുന്നൊക്കെ ഇറങ്ങിയേക്കുന്നത് 170 രൂപ വരെയും വില വന്നിട്ടുണ്ടാകും. നമുക്കിപ്പോ ഒരു 220 രൂപയ്ക്കൊക്കെ നമ്മൾ ഒരു കിലോ ഒക്കെ കൊടുക്കുവാണെങ്കിൽ അല്ലെ, നമുക്ക് 170-നൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എടുത്തിട്ട് ഒരു ഫുൾ ബോക്സ് എടുക്കുന്നതെങ്കിൽ ആഴ്ചയിൽ വില മാറും. ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ പോയിട്ട് ഒരു ഓപ്ഷൻ ഡീലറിനെ സമീപിച്ചിട്ട് ഒരു ഫുൾ ബോക്സ് ഒക്കെ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ
അവര് ചിലപ്പോ ഈ 170 വില മാറിയിട്ടുണ്ടാവും. കാരണം എല്ലാ ചൊവ്വാഴ്ചയിലും വില മാറിക്കൊണ്ടിരിക്കും ലേലത്തിൽ. അപ്പൊ അന്നേരം ചിലപ്പോ 177 ഉണ്ടാവും, അല്ലെങ്കിൽ 178 ഉണ്ടാവും. ചിലപ്പോ ഇനി 170 എന്നുള്ളത് വില കുറഞ്ഞ് 160 ആയിട്ടുണ്ടാവും. 10 രൂപ കുറയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ മാറിക്കൊണ്ടിരിക്കും, ആഴ്ചയിൽ വില മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ പറയുന്ന വില ആയിരിക്കില്ല നിങ്ങൾ ചിലപ്പോൾ ചെന്ന് എടുക്കാനായിട്ട് പോകുമ്പോൾ വില വ്യത്യാസം വരും. എന്നാലും ഇപ്പോഴത്തെ ഈ ഒരു 2026 ഇതിന്റെ വില വന്ന് നിൽക്കുന്നത് 165, 170 രൂപ, മാക്സിമം 170 രൂപ റേഞ്ചിലാണ് ഇതിന്റെ വില വന്ന് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എടുക്കുവാണെങ്കിൽ ഈ ഒരു ബ്രാൻഡൊക്കെ എടുക്കുവാണെങ്കിൽ ഈ വിലക്ക് എടുത്ത് നിങ്ങൾക്ക് വീട്ടിലെടുത്ത് ശരാശരി ഒരു 50 രൂപയ്ക്കാണ് നിങ്ങൾ ലാഭം നോക്കണമെങ്കിൽ 220 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊടുത്താൽ മതിയാവും. 50 രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടും. 38 കിലോ ആണ് ഈ ഒരു തേയില വരുന്നത്. ഒരു ഫുൾ ബോക്സ് എടുക്കുക. FSSAI രജിസ്ട്രേഷൻ നിങ്ങൾ മസ്റ്റായിട്ട് എടുക്കാനായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. കാരണം വെച്ചാൽ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ കാര്യങ്ങൾ, ഭക്ഷ്യപദാർത്ഥം നിങ്ങൾ വിൽപ്പന നടത്തണമെങ്കിൽ, ഭക്ഷ്യപദാർത്ഥമായിട്ടുള്ള എന്ത് സംഭവം നിങ്ങൾ വിൽപ്പന നടത്തണമെങ്കിലും നിങ്ങൾക്ക് FSSAIയുടെ ആ രജിസ്ട്രേഷനും ലൈസൻസ് കാര്യങ്ങളൊക്കെ മസ്റ്റാണ്. നിങ്ങൾക്ക് ലൈസൻസ് കാര്യങ്ങൾ വേണ്ടി വരില്ല. നിങ്ങൾ ചെറിയ മുതൽ മുടക്കിലൊക്കെ ഒരു ബിസിനസ് ഇതുപോലുള്ള ഒരു ഫുൾ ബോക്സ് ഒക്കെ എടുത്ത് നിങ്ങൾ വിൽപ്പന നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ മാത്രം മതിയാവും. അപ്പൊ അത് നിങ്ങൾ എടുക്കുവാണെങ്കിൽ വീട്ടിലിരുന്ന് ഒരു ത്രാസ് എന്തായാലും വേണ്ടി വരും. കാരണം വെയിറ്റ് തൂക്കി നിങ്ങൾക്ക് ഇതുപോലെ പാക്ക് ചെയ്യാനായിട്ട് സീലിംഗ് മെഷീനും ത്രാസും ഒക്കെ ഉണ്ടെങ്കിൽ, ഞാൻ നല്ലൊരു സീലിംഗ് മെഷീൻ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ നല്ല നല്ല സീലിംഗ് മെഷീനൊക്കെ ഞാൻ ടാഗ് ചെയ്തേക്കാൻ വേണമെങ്കിൽ ആ ഒരു സീലിംഗ് മെഷീൻ, അതുപോലെയുള്ള സീലിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ നിങ്ങൾക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പാക്കറ്റുകൾ പെട്ടെന്ന് പാക്കറ്റുകളൊക്കെ ആക്കിയിട്ട് സീൽ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കടകളിലൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ 10 പേര് നിങ്ങൾ വിൽപ്പന തുടങ്ങി കഴിയുമ്പോൾ 10 പേര് നിങ്ങളുടെ വിൽപ്പന കാര്യങ്ങളൊക്കെ അറിയും. അങ്ങനെ അറിയുമ്പോൾ നിങ്ങളുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർ പിന്നെ നിങ്ങളുടെ തുടർന്ന് നിങ്ങളെ സമീപിച്ച് നിങ്ങളോട് തേയില വാങ്ങിക്കാനായിട്ട് ശ്രമിക്കും എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് ഒന്നും നിങ്ങൾ മറക്കണ്ട. 2026 ആയപ്പോഴും നല്ല ക്വാളിറ്റിയോടുകൂടിയും ബ്രാൻഡഡ് ആയിട്ടും തന്നെ നിലനിൽക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ്. നമുക്ക് ഹോട്ടൽ ബ്ലെൻഡ് ഒന്നും ചെയ്യാതെ തന്നെ പോലെ ഒരു ഫുൾ ബോക്സ് ഒക്കെ എടുത്തിട്ട് ഇതിൽ നിന്ന് ലാഭം നേടിയെടുക്കാനായിട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നോക്കി നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ലാഭം നേടാനും ഒക്കെ സാധിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ സ്റ്റോക്ക് എടുക്കാനായിട്ടൊക്കെ തുടങ്ങും. അങ്ങനെ സ്റ്റോക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ ലാഭം, നിങ്ങൾ ഹോട്ടലിലേക്ക് കടക്കുമ്പോഴത്തേക്കും കിലോയിൽ ചിലപ്പോൾ ഒരു 90 രൂപ 100 രൂപ വരെ നിങ്ങൾക്ക് ഒരു കിലോയിൽ ലാഭം കിട്ടുന്ന ആ ഒരു സ്റ്റേജിലേക്കൊക്കെ നിങ്ങൾ കടക്കും. അപ്പൊ അതുവരെ നിങ്ങൾക്ക് ഇതുപോലുള്ള ബ്രാൻഡുകളൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിലെടുത്ത് വെച്ചിട്ട് പാക്ക് ചെയ്തിട്ടൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ആയിട്ട് ചോദിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാ കൂട്ടുകാർക്കും ബൈ.